വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മൾ ഒരു വൈകുന്നേരം ഒരു 5-6 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പം ബ്രോഡ്വേ പോയിട്ടില്ല. നമ്മൾ ക്രിസ്മസിന്റെ ആ ഒരു മൂഡ് സെറ്റ് ചെയ്തതിനു ശേഷം ബ്രോഡ്വേ പോയിട്ടില്ല. എല്ലാ ഇയറും നമ്മൾ ഒരു വട്ടം പോയി കാണാറുണ്ട് അല്ലേ. നമ്മൾ ജസ്റ്റ് പോയി കാണും. കുറെ ഒന്നും വാങ്ങി കൂട്ടൊന്നുമില്ല കേട്ടോ. കാരണം അങ്ങനെ ഡെക്കോർ ഐറ്റംസ് മേടിച്ച് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ജസ്റ്റ് അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ വർഷവും പോവാറുണ്ട് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകും. അപ്പോൾ അത് കാണാൻ പറ്റില്ലല്ലോ. അപ്പം അതിന് മുന്നേ പോയിട്ട് കാണാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് നമ്മൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. അതിൻ്റെ ഒപ്പം ഇനി വേറെ എവിടെയെങ്കിലും എനിക്ക് സുഡിയോയിലൊന്ന് കയറണമായിരുന്നു. അപ്പം സുഡിയോയിൽ ജസ്റ്റ് ഒന്ന് കയറും, ഒരു സാധനം മേടിക്കാണ്ട്. അപ്പം അത് മേടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബ്രോഡ്വേ പോകും. അപ്പം അവിടെ പോയിട്ട് കാണിച്ചു തരാം. അങ്ങനെ നമ്മള് നീണ്ട ബ്ലോക്കിന് ശേഷം എത്തിയിട്ടോ. ഇനി എവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നതാണ് അടുത്തത് അല്ലേ? സിൽക്കോണിൽ നമ്മൾ പാർക്ക് ചെയ്ത് നമ്മൾ ചായ കുടിക്കും. നമ്മളിന്ന് ചായ കുടിച്ചിട്ടില്ല വൈകുന്നേരം. ഇപ്പൊ ചായ കുടിച്ചിട്ട് നമ്മൾ ഇതിൽ കൂടെ ഇങ്ങനെ തേരാപ്പാര നടക്കും അല്ലേ? അങ്ങനെ നമ്മൾ ചായ എല്ലാം കുടിച്ചിട്ട് അവിടെ നിന്ന് നേരെ ക്രൂസ് ചെയ്ത് വന്നിട്ട് നമ്മൾ പെട്ടെന്ന് ഒരു സൈഡിൽ കൂടെ അങ്ങോട്ട് കയറി പോന്നു. പതുക്കെ ഒരു എൻഡിൽ നിന്ന് തുടങ്ങാമെന്ന് വെച്ചിട്ട് കേട്ടോ. അങ്ങനെ പോയപ്പോൾ ഇതേ അവിടെ മുതൽ ഫുള്ള് ഈ ക്രിസ്മസ് വൈബായിരുന്നു കേട്ടോ. അതിൻ്റെ അകത്ത് ഫുള്ള് വീക്ക് ഡേ ആയത് കാരണം അധികം തിരക്കുണ്ടാവില്ല, റഷ് ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. കാരണം വീക്കെൻഡ് ആകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും എന്നറിയാം. അപ്പോൾ വീക്ക് ഡേ പിടിച്ചിട്ട് പോയതാണ് കേട്ടോ. പക്ഷേ എല്ലാം കണക്കാണ്, ഫുൾ റഷായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഈ സ്റ്റാർസിൻ്റെ ഇതൊക്കെ കണ്ടപ്പോൾ ആ വഴി ചെന്നു. അപ്പോൾ ഇത് ഈ ഒരു സാധനം കണ്ടിട്ടോ ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ ഇത് കാണാനായിട്ട്. കുറേ ആൾക്കാർ അതിൻ്റെ വീഡിയോ മാത്രം എടുക്കാൻ വേണ്ടി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയും കുറേ തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ കുറേ നേരം നിന്നിട്ട് അതിന് നോക്കി നിന്നു. അതിനുശേഷം നമ്മൾ ഇങ്ങനെ നടന്നോട്ടെ. ഈ സ്റ്റാർസ് ഇതൊക്കെ കണ്ടപ്പോൾ നമ്മളിങ്ങനെ ഈ വഴി ഇങ്ങനെ നടന്നു പോകുമായിരുന്നേ. മേത്ത് ബസാർ നോക്കിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് വേറെ ഏതോ ഒരു സ്ഥലമായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ പോയി ഇങ്ങനെ കുറേ നോക്കിയത്. ഇവിടെ കുറേ ഗ്ലാസസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം വെച്ച് നോക്കി. ഒന്നും മേടിച്ചൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കണ്ടോ തിരക്ക് നോക്ക്. ഇത് അങ്ങനെ ഫൈനലി മേത്ത് ബസാർ എത്തിയിട്ടോ. അവിടേക്ക് കയറാനുള്ള ക്യൂ എന്നൊക്കെ പറയാം. അത്രയധികം ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ട് എത്താൻ തന്നെ എന്തോരം നേരം എന്നറിയട്ടെ. കുറേ ഞങ്ങൾ വിചാരിച്ചു തിരിച്ചു പോകണമെന്ന്. കാരണം നല്ല പാടായിരുന്നു കേട്ടോ. കാരണം വേർത്ത് കുളിച്ച് കണ്ടോ ഇത്രയും ആൾക്കാരായിരുന്നു. അങ്ങോട്ട് കയറി ചെല്ലാൻ ഭയങ്കര പാടായിരുന്നേ. പക്ഷേ എന്തായാലും പോയി കഴിഞ്ഞാലാണല്ലോ അറ്റെത്തുമ്പോഴാണല്ലോ നമുക്ക് അറിയുള്ളൂ. ആ ഒരു ഭംഗി കാണാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പോണത്. അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ചു പോയില്ല. തിരക്കാണെങ്കിലും അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഉന്തി തള്ളി അങ്ങനെ പോയിട്ടോ. അങ്ങനെ പോണ വഴിക്ക് എടുത്ത വീഡിയോസാണ് കേട്ടോ ഇത് ഫുള്ള്. വെറൈറ്റി ആയിട്ട് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നിൻ്റെയും വില പോലും നോക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടായില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും തിരക്കായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഓരോ ഇവിടെ നിന്നിട്ട് ഇതിനെത്രയാണെന്നൊന്നും നോക്കാൻ ഒന്നിനും പറ്റില്ലായിരുന്നില്ല കേട്ടോ. പക്ഷേ എല്ലാം നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് പോയി കേട്ടോ. കാരണം അത്ര അടിപൊളി സാധനങ്ങൾ കേട്ടോ. കഴിഞ്ഞ വട്ടം ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം ഇതേപോലെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതിനേക്കാളും കൂടുതൽ സ്റ്റോൾസ് ഉണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ കഴിഞ്ഞ കൊല്ലം കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ. പക്ഷേ ഇത്തവണ സാധനങ്ങളെല്ലാം അടിപൊളിയായിട്ടുണ്ട്. കുറേ പുതിയ സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. സ്റ്റാർസ് ആണെങ്കിൽ അല്ലാതെ ഈ ഒരു കടയുടെ മുന്നിൽ ഇഷ്ടംമാതിരി ആൾക്കാരായിരുന്നു കേട്ടോ. കുറേ ആൾക്കാരും തിരക്കും ഒക്കെ ആയിരുന്നു. ഈ പ്രീമിയർ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ ആ ഒരു സാധനം ഫോട്ടോ എടുക്കാൻ തന്നെ ഭയങ്കര ക്യൂ ആയിരുന്നു അവിടെ കേട്ടോ. അതിനുശേഷം ഞങ്ങൾ ആ വഴി അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയി കേട്ടോ. ഇപ്പുറത്തെ സൈഡിൽ കൂടെ പോകാണ്ട് അങ്ങോട്ട് പോയി കേട്ടോ. ദേ ഇങ്ങനത്തെ ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്തൊരു ക്യൂട്ടായിരുന്നു എന്നറിയാം. നല്ല സാധനങ്ങളുണ്ടായിരുന്നു. ട്രീകളാണെങ്കിലും കുറേ വ്യത്യസ്തമായ ട്രീകൾ. ഇതുണ്ടോ ഫ്ലവറൊക്കെ വെച്ചിട്ട്. ഞാൻ ഈ ഫ്ലവറൊക്കെ വെച്ചിട്ട് അതിൽ ലൈറ്റ് കൊടുത്തിട്ടുള്ള ട്രീ ഒക്കെ ആദ്യമായിട്ട് കാണാനുണ്ടോ. അപ്പം ഞാൻ അതൊക്കെ കുറേ നേരം നോക്കി. അതിൻ്റെ വില ചോദിക്കാനായിട്ട് കുറച്ച് നേരം ഞങ്ങളവിടെ നിന്നു. അവിടെ ആരും കാണാനൊന്നും ചോദിക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല കേട്ടോ. പിന്നെ ഇതേപോലെ കുറേ സംഭവങ്ങൾ. പിന്നെ ക്യാപ്പ് കുറേ വെറൈറ്റീസ് വന്നിട്ടുണ്ട് കേട്ടോ. പ്രാവശ്യം റെഡ് മാത്രമല്ല കണ്ടോ ഇങ്ങനത്തെ പാറ്റേൺ ഇങ്ങനത്തെയൊക്കെ ഫ്രോക്കും ഇതൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷേ എങ്കിൽ ക്യാപ്പൊക്കെ ഇറങ്ങി തുടങ്ങി കേട്ടോ. ഒന്നും മേടിച്ചില്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മേടിക്കാൻ ഒരു മൂടുണ്ടായില്ല. കാരണം വെറുതെ എന്തിനാന്ന് വിചാരിച്ചിട്ട് മേടിച്ച് കൂട്ടിയില്ല ഒന്നും. മേടിക്കണമെങ്കിൽ പിന്നെ അതിന് വേറെ ക്യൂ നിൽക്കണം, ബില്ല് ചെയ്യാൻ വേറെ ക്യൂ നിൽക്കണം. അങ്ങനെ കുറേ നേരം അവിടെ പോകും. അപ്പം നമ്മൾ എല്ലാ സാധനങ്ങളും അങ്ങനെ നോക്കിയും കണ്ടും ആസ്വദിച്ചും പോന്നു കേട്ടോ. എല്ലാ സാധനങ്ങളും കണ്ടു. ഇതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. കുറേ സാധനങ്ങൾ അങ്ങനത്തെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ തിരക്ക് നോക്ക്, നമ്മളിങ്ങനെ ചുട്ടുപൊള്ളുമായിരുന്നു അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഇതേ നമ്മുടെ മെയിൻ സ്ഥലം മറ്റേ സ്റ്റാറിൻ്റെ
അവിടെ നിന്നിട്ടൊരു ഫോട്ടോ എടുക്കാൻ കുറച്ചധികം നേരം അവിടെ നിന്നു കേട്ടോ. പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് പോയി നോക്കി, അവിടെ തിരക്കുണ്ടോ എന്ന് പറയാം, എല്ലായിടത്തും തിരക്കായിരുന്നു. പിന്നെ നമ്മൾ വീണ്ടും ഈ സ്റ്റാറുള്ള സ്ഥലത്തേക്ക് തന്നെ വന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇതുണ്ടോ ഇങ്ങനെ വെറൈറ്റി സ്റ്റാർസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പ്രാവശ്യം. എല്ലാ വട്ടത്തെയും പോലെ ഈ ഭാഗത്ത് ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ നമുക്കൊരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ട് പെട്ടെന്ന് ആൾക്കാർ പോകാൻ വേണ്ടി കാത്തുനിൽക്കുമായിരുന്നു കേട്ടോ, ഇങ്ങനെ ഒരു വീഡിയോ കിട്ടാനായിട്ട്. അങ്ങനെ ആ വീഡിയോ എടുത്തു. പിന്നെ ഇങ്ങനെ വീണ്ടും ഇഷ്ടംപോലെ ഷോപ്സ് ഉണ്ടായിരുന്നു. ഇതേപോലെ കുറേ ക്യൂട്ട് തിങ്സ് ആയിരുന്നു കേട്ടോ ഫുള്ള്. പിന്നെ ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി എന്തോരം നേരാന്നറിയാം അവിടെ നിന്ന് കാത്തുനിന്ന്. അവിടെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുമായിരുന്നു, അതുകൊണ്ട് ഒന്നും ഒഴിഞ്ഞു കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഒരു ഷോപ്പിൽ പോയപ്പോൾ അവരവിടെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുറേ കുഞ്ഞി പിള്ളേരെയും കൊണ്ട് കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളൊക്കെ ഇങ്ങനെ കരയുന്നുണ്ട്, കാരണം അത്രയും ചൂടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. പിന്നെ മഴ പെയ്യുമോ എന്നുള്ളൊരു ടെൻഷൻ നല്ല രീതിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതിൻ്റെ മീതെയൊക്കെ ഷീറ്റ് ഇട്ട കാരണം വലിയ സീനില്ല. പക്ഷേ അപ്പുറത്തെ സൈഡിലൊന്നും ഷീറ്റ് ഇല്ലാത്ത കാരണം ഭയങ്കര ടെൻഷനായിരുന്നു. മഴ പെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും കൂടി എന്ത് ചെയ്യുന്നു, കാരണം ക്യൂ ആയിട്ടായിരുന്നു അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നത്, അത്രയും തിക്കും തിരക്കുമാണ്. അപ്പോൾ വീക്കെൻഡൊക്കെ ആകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് ഞാൻ ആലോചിക്കണം കേട്ടോ, അങ്ങനെ തിരക്കായിരുന്നേ. അപ്പോൾ വീക്കെൻഡൊക്കെ പോകാനിരിക്കണവർ ഒന്ന് സൂക്ഷിച്ചോളൂ കേട്ടോ, കാരണം അത്രയും തിരക്കായിരിക്കും. ഇന്ന് തന്നെ ഇപ്പോൾ ഞങ്ങളിന്ന് പോയപ്പോൾ എന്തോരം നേരാന്നറിയാം ഞങ്ങൾ ശരിക്കും ക്യൂ ആയിരുന്നു കേട്ടോ. സത്യം പറയാലോ, ക്യൂ നിന്നിട്ടാണ് നമ്മൾ കയറിയത്. അത്രയും തിക്കും തിരക്ക്, നമുക്ക് ഇങ്ങനെ ഇടയിൽ കൂടെ കയറി പോകാമെന്നൊക്കെ നമ്മൾ വിചാരിക്കും, പക്ഷെ ഒന്നും നടക്കില്ല, അത്രയും ജനക്കൂട്ടാണ് കേട്ടോ അവിടെ. പിന്നെ നമ്മളിങ്ങനെ നടന്ന് പോകുന്നൊരു ഈ അറ്റം വരെ ആ അറ്റം വരെ ഫുള്ള് തന്നെയായിരുന്നു. പിന്നെ ഈ ക്യാപ്സൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ക്യാപ്പൊക്കെ കാണുന്നത്. സാധാരണ ഈ റെഡ് ക്യാപ്പേ ഞാൻ കാണാറുള്ളൂ, പക്ഷേ ഇപ്രാവശ്യം വെറൈറ്റി സാധനങ്ങൾ കുറേ അവർ ഇറക്കിയിട്ടുണ്ട്. കുറേ പേര് മേടിക്കണമുണ്ട് കേട്ടോ. കുറേ പേര് കാണാനായിട്ട് മാത്രം വന്ന ആൾക്കാരാണ് കേട്ടോ, അത് ആ ഒരു ഭംഗി ആസ്വദിക്കാനും ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ. അപ്പം നമ്മളും അതിൽ പെടും. അങ്ങനെ പോയി പിന്നെ പോവാൻ നേരത്ത് ആ തിക്കും തിരക്കുന്നൊക്കെ ഇറങ്ങിയിട്ട് റോട്ടിലെത്തിയപ്പോൾ ഈ ഒരു ഈ അപ്പൂപ്പൻ നിന്ന് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് നോക്കിയിട്ട് കുറേ പേര് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി ക്ഷീണിച്ച് ഞങ്ങൾ കുളിച്ച് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ ക്യൂൻസ് വാക്ക് വേ പോയിട്ടായിരുന്നു. ഇപ്പം എൻ്റെ ഫേവറേറ്റ് സ്പോട്ടായി ക്യൂൻസ് വാക്ക് വേയിൽ കൂടെ എങ്ങനെ പോവാണ്. ഇനി നമുക്ക് താര കോഫി ഉണ്ടെങ്കിൽ നമ്മളൊരു താര കോഫി കുടിക്കും, അല്ലെങ്കിൽ മോമോസും വെള്ളവും കുടിക്കും. താര കോഫിയുടെ സ്ഥലം മാറ്റി ഗസ്, ഇപ്പം ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. സാധാരണ താര കോഫി അപ്പുറത്തെ സൈഡിലായിരുന്നു കേട്ടോ. ഇപ്പോൾ അവിടെ വർക്ക് നടക്കണ കാരണം തോന്നുന്നു അവർ ഇപ്പുറത്തെ സൈഡിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ചധികം നാളായി പോയിട്ട് ക്യൂൻസ് കോഫിയിൽ. അങ്ങനെ അവിടെ പോയി എൻ്റെ ഫേവറേറ്റ് എന്താ പറയുക കോൾഡ് കോഫിയും ചോക്ലേറ്റ് ക്രസൻ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കിട്ടി, ചൂടോടെ അത് കഴിച്ചു. അതേപോലെ കോൾഡ് കോഫി അതും കുടിച്ച് അവിടെ ഇരുന്ന് ആസ്വദിച്ച് ഇരിക്കുമായിരുന്നു. അപ്പോഴേക്കും മഴ ചാറാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മളവിടെ നിന്ന് വേഗം തിരിച്ച് ഇല്ലം പിടിച്ചു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഡു സപ്പോർട്ട്. താങ്ക് യു.